ഏതൊരു കാര്യത്തിനും നമുക്കൊരു തുടക്കമുണ്ടാവും. ഇപ്പോൾ എന്തിനും ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, നമ്മുടെ തറവാട് ഇന്ന സ്ഥലത്തല്ല, ഞങ്ങൾ ഇന്ന നാട്ടുകാരാണ്, ഞങ്ങളിവിടെ വന്ന് താമസിച്ചതാണ്, അതുപോലെ തന്നെ എൻ്റെ തറവാട് എൻ്റെ ഈ നാട്ടിൽ തന്നെ വേറെ സ്ഥലത്താണ്, ഇങ്ങനെയൊക്കെ പറയാറില്ലേ. അതുപോലെയാണ് ഈ ഒരു അമ്പലത്തിൻ്റെ കാര്യം. ഈ അമ്പലം എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രമാണ്. നമുക്കറിയാം, ലോകപ്രസിദ്ധമാണ്. ഇന്ത്യയിൽ തന്നെയുള്ള ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള അമ്പലമാണ് കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം. ഈ ദേശം തന്നെ അറിയപ്പെടുന്നത് ഈ 3 മതങ്ങളുടെ പേരിലാണ്. ഹിന്ദു മതത്തിൻ്റെ ഈ ദേവീക്ഷേത്രം, ശിവക്ഷേത്രം, മുസ്ലിം മതത്തിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ പള്ളി, ക്രിസ്ത്യൻ വിശ്വാസികൾക്കാണെങ്കിൽ മാർത്തോമ വന്നിറങ്ങിയ അല്ലെങ്കിൽ തോമസ് ലീഹ വന്നിറങ്ങിയ സ്ഥലം. ഇങ്ങനെയാണ് നമുക്ക് കൊടുങ്ങല്ലൂർ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിന് ഒരു മൂലസ്ഥാനമുണ്ട്. അതായത് അവിടെ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രമാണ് വെടിവഴിപാട് നടക്കുന്ന സ്ഥലം. മണ്ഡപം, അമ്പലത്തിൻ്റെ ഏകദേശം ഒരു തെക്കേ നട എന്ന് പറയുന്ന സ്ഥലമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അമ്പലത്തിന് 4 നടകളാണ്. തെക്കേ നട, വടക്കേ നട, കിഴക്കേ നട, പടിഞ്ഞാറേ നട. തെക്കേ നടയിൽ നിന്നും ഏകദേശം 200 മീറ്റർ മാറിയിട്ട് ഇടതുവശത്തായിട്ട് ആണ് നമുക്ക് ഈ ഒരു നട കാണാവുന്നത്. കുരുമ്പാമയുടെ നട എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ചേരമാ ജുമാ മസ്ജിദിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ വടക്കോട്ട് മാറിയിട്ടുമാണ് ഇതിൻ്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ ഈ അമ്പലവുമായി അത്രയും ബന്ധപ്പെട്ടവർക്ക് മാത്രമേ ഇതൊരു കാര്യം അറിയാവൂ. കാരണം അമ്പലത്തിൽ വിദൂരദേശങ്ങളിൽ നിന്നും ദർശനങ്ങൾ നടത്തുന്നവർ പോലും സത്യത്തിൽ ഈ ഒരു കുരുമ്പാമയുടെ നട അവർക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്നാൽ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതാണ് ഈ അമ്പലത്തിൻ്റെ മൂലസ്ഥാനം. അപ്പോൾ നിങ്ങൾ ഈ ഫ്രണ്ടിൽ കാണുന്നത് NH ചേർന്നിട്ട് പണ്ടത്തെ NH-17 തൊട്ടടുത്താണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നോക്കണമെങ്കിൽ ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്ന കാവ് ക്രോസ് ചെയ്തിട്ടാണ് NH-17 പോകുന്നത്. കാരണം ഈ ഒരു ഇതിൻ്റെ അമ്പലത്തിൽ തൊട്ട് മുന്നിലായിട്ട് തന്നെ ആലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മുന്നിൽ കാണുന്ന വലതുവശത്ത് കാണുന്നതാണ് ശ്രീ കുരുമ്പാമയുടെ നട. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഫുള്ള് SS സ്റ്റൈലൻസ് സ്റ്റീൽ ഗ്രില്ല് ഉപയോഗിച്ച് ഫുള്ള് പ്രതിഷ്ഠ കവർ ചെയ്തിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രതിഷ്ഠ. കഴിഞ്ഞ വർഷം ഒരു മാനസിക രോഗമുണ്ടെന്ന് പറയപ്പെടുന്ന നാട്ടിൽ വർഗീയ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരാൾ തല്ലി തകർത്തതാണ്. തല്ലി തകർക്കുകയും തുടർന്ന് ആളുകളൊക്കെ സംഘടിച്ച് വീണ്ടും ഒരു പുനഃപ്രതിഷ്ഠ നടത്തി അവിടെ ഗ്രില്ലൊക്കെ ഇട്ട് സേഫാക്കുകയും ചെയ്തു. ഇത് തൊട്ട് മുന്നിലുള്ള ആൽമരാട്ടോ. നിങ്ങൾക്കിവിടെ കാണാം, ശിവലിംഗം കാണാം നിങ്ങൾക്കിവിടെ. അപ്പോൾ ഈ ആലൊന്നും വെറുതെ ഉള്ളതല്ല. കാരണം ഈ ആലൊക്കെ ഒരുപാട് ശിവലിംഗങ്ങളും മറ്റ് പ്രതിഷ്ഠകളൊക്കെ കവർ ചെയ്തിട്ട് വളർന്നു വന്ന ആൽമരമാണിത്. ഇത് വെട്ടിമാറ്റാൻ പറ്റുകയുമില്ല. അപ്പോൾ കാരണം അതിൻ്റെ അടിയിലും ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. നമുക്ക് ഈ അമ്പലത്തിനോട് ചുറ്റും ചേർന്നിട്ട് തന്നെ ഒരുപാട് കരിങ്കൽ സൃഷ്ടികൾ കാണാം. കണ്ടില്ലേ? നമുക്ക് വലതുവശത്ത് കമ്പി നിൽക്കുന്നിടത്തൊക്കെ കാണാം ഈ ശിവലിംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മാത്രമല്ല ഈ അമ്പലത്തിനും അതിനോട് ചേർന്നിട്ട്, അത് സത്യത്തിൽ ഇവിടെ ഉള്ളവർക്കും അറിയില്ല, ചരിത്രകാരന്മാർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. ഈ കിടക്കുന്ന കരിങ്കൽ തൂണുകൾക്കൊക്കെ ഓരോ കഥകൾ പറയാനുണ്ട്. പലതും അത്താണിക്കല്ല് മാത്രമല്ല, പലതും ഇവിടെ ഉണ്ടായിരുന്ന അമ്പലത്തിൻ്റെ ഭാഗങ്ങൾ കൂടിയാണ്. അതൊന്നും സംരക്ഷിക്കാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ SS ഗ്രില്ലെന്ന് പറഞ്ഞ സംഭവം ഇതാണ്. ഇതിട്ട് കംപ്ലീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെയും കൂടി കയറാനൊന്ന് ശ്രദ്ധിക്കുക. കാരണം അമ്പലത്തിൻ്റെ മൂലസ്ഥാനം ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് താലപ്പൊലി വരെ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത തവണ ഹിന്ദു മതവിശ്വാസികൾ ഇങ്ങോട്ട് ദർശനത്തിന് വരുമ്പോൾ ഇവിടെയും കൂടി ഒന്ന് കയറേണ്ട കാര്യം ഒന്ന് ശ്രദ്ധിക്കുക.